കിഴക്കിൻ്റെ അയോധ്യ എന്നാണ് കോട്ടയം പയ്യപ്പാടിയിൽ സ്ഥിതി ചെയ്യുന്ന വെന്നിമല ശ്രീരാമലക്ഷ്മണ ക്ഷേത്രം അറിയപ്പെടുന്നത്. ക്ഷേത്രഭൂമിയും ഇവിടുള്ള കപിലഗുഹയും തീർത്ഥക്കുളവുമൊക്കെ വിശ്വാസവും ഐതിഹ്യവുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ സംരക്ഷിത സ്മാരകം കൂടിയാണ് ഈ ക്ഷേത്രം. കോട്ടയം ജില്ലയിലെ അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് വെന്നിമല ശ്രീരാമലക്ഷ്മണ ക്ഷേത്രം. ചാതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ ശിലാവിഗ്രഹത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും ഒരുമിച്ച് വാഴുന്ന പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. കോട്ടയം ജില്ലയിലെ പുണ്യപുരാതനമായ ഈ ക്ഷേത്രം കിഴക്കിൻ്റെ അയോധ്യ എന്നും അറിയപ്പെടുന്നുണ്ട്. ചരിത്രപരമായും വിശ്വാസപരമായും പ്രസിദ്ധമായ ഇവിടെ രാമലക്ഷ്മണന്മാർ വന്നു പോയിട്ടുണ്ടെന്നാണ് വിശ്വാസം. ക്ഷേത്രവിശ്വാസങ്ങളോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന വിശ്വാസങ്ങളാണ് ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെട്ടുള്ളത്. 8-ാം നൂറ്റാണ്ടിനോട് അടുപ്പിച്ചാണ് ഇവിടെ ക്ഷേത്രം സ്ഥാപിതമായത്. ഇവിടെ ലക്ഷ്മണസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പക്ഷേ ശ്രീരാമനും സങ്കല്പത്തിലുണ്ട്. അദ്ദേഹം അനുജൻ പറയുന്നത് ജ്യേഷ്ഠനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ജ്യേഷ്ഠൻ പറയുന്നു ഞാനല്ല, അനുജനാണ്. അതുകൊണ്ട് രണ്ടുപേർക്കും തുല്യ പ്രാധാന്യത്തോടു കൂടിയിട്ടുള്ള പൂജാവിധികളാണ് ഇവിടെ നടക്കുന്നത്. സീതാദേവിയെ അന്വേഷിച്ച് രാമനും ലക്ഷ്മണനും ഇതുവഴി എത്തിയിരുന്നുവെന്നും അന്ന് കാടായിരുന്ന ഇവിടെ കപില മഹർഷി ഉൾപ്പെടെയുള്ള മഹർഷിമാർ തപസ്സനുഷ്ഠിച്ചിരുന്നുവെന്നും അവരുടെ തപസ്സിന് വിഘാതം സൃഷ്ടിച്ചിരുന്ന അസുരന്മാരെ ശ്രീരാമന്റെ നിർദ്ദേശത്തോടെ ലക്ഷ്മണൻ തുരത്തിയെന്നുമാണ് വിശ്വാസം. കപില മഹർഷി തപസ്സനുഷ്ഠിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഗുഹ ക്ഷേത്രത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരു നടയിൽ 2 കൊടിമരങ്ങളുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നുമാണ് വെന്നിമല ക്ഷേത്രം. കർക്കിടക വാവുബലി ദിനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിനായി ഇവിടെ എത്തിച്ചേരുന്നത്. വർഷത്തിൽ 365 ദിവസവും പിതൃമോക്ഷത്തിനായി ബലിയിടാൻ സാധിക്കുന്ന ക്ഷേത്രവുമാണ് വെന്നിമല ശ്രീരാമലക്ഷ്മണ ക്ഷേത്രം. ക്ഷേത്ര ശ്രീകോവിലിൽ അഭിഷേകം ചെയ്യുന്ന തീർത്ഥജലം മണ്ണിനടിയിലൂടെ ഒഴുകിയെത്തുന്ന തീർത്ഥക്കുളത്തിലാണ് ഇവിടെ ബലിതർപ്പണം നടത്തുന്നത്. അമൃത ന്യൂസ്, കോട്ടയം.